തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ലാരി ജാനിയെ വധിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ ഇറാൻ ഇപ്പോൾ ഉറഞ്ഞു തുള്ളുകയാണ്. നിലവിൽ ഇറാൻ ഇസ്രായേലിനെ വിറപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലാരി ജാനിയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രതികാര ആക്രമണം നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഉന്നത നേതാക്കളായ ലാരി ജാനിയെയും സുലൈമാനിയെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുന്നു. ഇതിൽ ആളപായം ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട്. മറുവശത്ത് കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളും മിസൈലുകളും ഡ്രോണുകളും നേരിടുകയാണ്. ഇവർ മിസൈലുകളും ഡ്രോണുകളും അവിടെ തടയുകയാണ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച്. ലാരി ജാനിയുടെ മരണത്തിൽ സ്തബ്ധരായ ഇറാൻ ഇസ്രായേലിൽ നാശം വിതച്ചുകൊണ്ട് ക്ലസ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാന്റെ പ്രതികാര ആക്രമണത്തിൽ മധ്യ ഇസ്രായേൽ നടുങ്ങി എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ വിറയ്ക്കുന്നു, 2 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ലാരി ജാനിയുടെയും സുലൈമാനിയുടെയും കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. ടെൽ അവീവിലെ റാമത് ഖാൻ എന്ന സ്ഥലത്ത് 70 വയസ്സുള്ള ഒരു ദമ്പതികൾ നേരിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അയൽക്കാർ പറയുന്നതനുസരിച്ച് അവർക്കൊരു സുരക്ഷിത മുറിയിലേക്ക് പോകാൻ പോലും സമയമില്ലായിരുന്നു. ടെൽ അവീവിലെ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും കേടുപാടുകൾ സംഭവിച്ചു. ഇതുമൂലം രാജ്യത്തുടനീളമുള്ള റെയിൽ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു. ഫലസ്തീൻ അഭയാർത്ഥികൾ തെക്കൻ ലെബനൻ വിടാനുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തെക്കൻ ലെബനനിലെ ടയർ നഗരവും അതിനു ചുറ്റുമുള്ള 3 പ്രധാന ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളും ഒഴിപ്പിക്കാൻ നിലവിൽ ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. റാഷിദിയ ക്യാമ്പിൽ മാത്രം 36,000-ലധികം അഭയാർത്ഥികളുണ്ട്. കനത്ത വ്യോമാക്രമണത്തെ തുടർന്ന് ഈ പ്രദേശം വൈദ്യുതിയില്ലാതെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ബെയ്റൂട്ടിലെ ബഷൂറ പരിസരത്തുള്ള ഒരു കെട്ടിടത്തിൽ ഇസ്രായേൽ സൈന്യം വമ്പൻ ആക്രമണം നടത്തി. ഇസ്രായേൽ സൈന്യം ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതിന് നിമിഷങ്ങൾക്ക് ശേഷം ഒരു വലിയ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. മധ്യ ബെയ്റൂട്ടിൽ നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.